ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ റോബ്ലോക്സ് ഫേസസ് എങ്ങനെയാണ് നമ്മൾ ഓരോ ഫോട്ടോസിലോട്ട് എഡിറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇൻസ്റ്റയൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കൺസെപ്റ്റാണ്. ഓരോ മാങ്ങ അല്ലെങ്കിൽ ഫ്രൂട്ട്സിലൊക്കെ ഇങ്ങനെ ഓരോ ഫേസസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പിക്സാർട്ട് ഉപയോഗിച്ച് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിന് എസെൻഷ്യലായിട്ട് വേണ്ട പിക്സാർട്ടാണ്. പിക്സാർട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ലിങ്ക്. അപ്പോൾ ആദ്യം വരുന്ന ആ ഒരു ഫേസൊക്കെ സ്കിപ്പ് ചെയ്ത് കളയുക. അത് കഴിഞ്ഞിട്ട് ആഡ് ന്യൂ ഫോട്ടോസ് എടുക്കുക, ഓൾ ഫോട്ടോസ് എടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഫോൾഡർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഫോട്ടോ കിടക്കുന്നത് ക്യാമറയിലാണ്. ക്യാമറയിലാണ്. ക്യാമറയിൽ കുറച്ച് നാളായി ഞാൻ ആ പിക്ക് എടുത്തിട്ട് തപ്പി കണ്ടുപിടിക്കണം. നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു പിക്ക് നമ്മൾ എന്തിലാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പിക്ക് ഓപ്പൺ ചെയ്യാം. ആ പിക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ക്രോപ്പ് ചെയ്യുകയാണ് വേണ്ടത്. ഇത് നമുക്ക് വേണ്ട സൈസിലോട്ട് ചെറുതാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇൻസ്റ്റയിൽ ഇടാനായിട്ട് 5:4 പോർട്രേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ട് അതിൻ്റെ സൈസിലേക്ക് ചെറുതായിട്ട് ക്രോപ്പ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇനി ഏത് രീതിയിൽ വെച്ചാലാണ് ഒരു നല്ല ഫ്രെയിം കിട്ടുക എന്നുള്ളതാണ് നമ്മളിനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. ഇത് ഒരു സുഖമില്ല. നമ്മൾ ആ ഫേസ് വെക്കുമ്പോൾ നമുക്ക് ഒരു നല്ല ഒരു കാണാനൊരു ഇമ്പം തോന്നുന്ന ഏതാണെന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൊള്ളാം, ഇത് കുഴപ്പമില്ല, ഇത് കൊടുക്കാം. പക്ഷേ ഒന്ന് റൊട്ടേറ്റ് ചെയ്താലും നന്നായിരിക്കും തോന്നുന്നു. തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഫേസസ് കൊടുക്കുമ്പോൾ നല്ലൊരു എഫക്റ്റ് വരുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് നമ്മൾ അടുത്തായിട്ട് കൊണ്ട് സ്റ്റിക്കേഴ്സ് എടുക്കുക. സ്റ്റിക്കേഴ്സ് ഇൻ്റർനെറ്റ് വേണം, സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആയിട്ട്. അപ്പോൾ സ്റ്റിക്കേഴ്സ് എടുത്തിട്ട് റോബ്ലോക്സ് ഫേസസ്, ROBLOX റോബ്ലോക്സ് ഫേസസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റിക്കേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഓരോ സ്റ്റിക്കേഴ്സ് എടുത്തിട്ട് ഓരോ മുന്തിരിങ്ങയുടെയും നമ്മളിപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ മുന്തിരിങ്ങയ്ക്കും ഓരോ ഫേസസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ മുന്തിരിക്കും നമ്മൾ ഓരോരോ ഫേസസ് ഇങ്ങനെ എടുത്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്തും അല്ലെങ്കിൽ വലുതാക്കിയും ചെറുതാക്കിയും ഒക്കെ വെക്കാൻ പറ്റും. ഓക്കെ, അടുത്ത് നമുക്ക് ഇതെടുക്കാം. ഓക്കെ, ഇരിക്കട്ടെ. ഓക്കെ, അടുത്ത് നോക്കുകയാണെങ്കിൽ ചിരിക്കുന്ന വെക്കായിക്കോട്ടെ. ഓക്കെ, അതുപോലെ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇറേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ചില സ്ഥലങ്ങളിൽ. അത് ഞാൻ വരുമ്പോൾ വീഡിയോയ്ക്ക് അത് പറഞ്ഞുതരാം. ഇതിപ്പോൾ നമുക്ക് അവിടെ ഇരുന്നാൽ അത് കുഴപ്പമില്ല. ഓക്കെ, ഓവർലായിട്ട് വരുന്ന ഒരെണ്ണത്തിൻ്റെ മേലെ കയറി നിൽക്കുന്ന അടിയിലാക്കാനായിട്ട് മേലെ ഇറേസർ ടൂളുണ്ട്. അത് വെച്ച് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്താൽ അത് നേരെ അടിയിൽ പോകുന്ന പോലെ ആയിപ്പോക്കോളും. പീസ്ഫുൾ. അപ്പോൾ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഓക്കെ എടുക്കുക. നമ്മുടെ വാട്ടർമാർക്ക് ആഡ് ചെയ്യണം. അപ്പോൾ
അപ്പോൾ എൻ്റെ പേര് കൃഷ്ണദാസാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വാട്ടർമാർക്ക് ഞാൻ ഒരു സിഗ്നേച്ചർ ടൈപ്പ് വാട്ടർമാർക്കാണ് കൊടുക്കുന്നത്. എൻ്റെ മൈ ഫോൺസിൽ ഹേണി എന്ന് പറഞ്ഞ ഫോൺസ് ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് ചെയ്യുന്നത്, സിഗ്നേച്ചർ ടൈപ്പ് വാട്ടർമാർക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ട്യൂട്ടോറിയൽ നമ്മളിത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോണിൽ നമ്മൾ വാട്ടർമാർക്ക് ഇട്ടു. അപ്പോൾ അതിൻ്റെ ഒപ്പാസിറ്റി ഒരു ഇത്തിരി കുറയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഒപ്പാസിറ്റി എടുത്ത് ഒരു 70-71 ഒരു ഇതിലിട്ടു. ഓക്കെ കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്ലി ഇൻസ്റ്റാഗ്രാമിലോട്ട് അപ്ലോഡ് ചെയ്യാം. പരിപാടി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തടത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ബൈ.